ഡിസംബർ 21 വ്യാഴാഴ്ച. ലൂക്ക 1:39 മുതൽ 45 വരെ വാക്യങ്ങൾ. ലോക ജനസംഖ്യയുടെ 50% സ്ത്രീകളാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ ഒരു സർവേ വ്യക്തമാക്കുന്നു. ലോക തൊഴിൽ ശക്തി 30% സ്ത്രീകളാണെങ്കിലും ജോലി സമയത്തിൻ്റെ 60% അവരാണ് നിർവഹിക്കുന്നത്. അതിനായി ലോക വരുമാനത്തിൻ്റെ 10% മാത്രമാണ് അവർ സമ്പാദിക്കുന്നത്. കൂടാതെ ലോക സമ്പത്തിൻ്റെ 1% പോലും അവർ കൈവശം വയ്ക്കുന്നുമില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ലോകത്തിൻ്റെ പരിവർത്തനം ആരംഭിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത താഴ്മയുടെ വിനീതരായ 2 പേരാണ് മറിയവും എലിസബത്തും. താൻ ദൈവപുത്രന് ജന്മം നൽകുമെന്ന് മാലാഖയിൽ നിന്ന് മനസ്സിലാക്കിയ മറിയം മലനാട്ടിലെ തൻ്റെ ഗർഭിണിയായ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കാൻ തിടുക്കം കൂട്ടുന്നു. സ്ത്രീകൾ സമൂഹത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ആണ് ചെയ്യുന്നത്. മേരിയുടെ ആദ്യ വാക്കുകൾ എലിസബത്തിലുള്ള ഗർഭസ്ഥ ശിശുവിൽ നിന്ന് നിശബ്ദമായ ഒരു പ്രതികരണത്തിന് പ്രേരിപ്പിക്കുന്നു. അവളുടെ സാന്നിധ്യവും അവൾ ഗർഭപാത്രത്തിൽ വഹിക്കുന്ന കുട്ടിയുടെ പ്രാധാന്യവും അംഗീകരിച്ചുകൊണ്ട് യോഹന്നാൻ കുതിച്ചു ചാടുന്നു. മറിയത്തിൻ്റെ ശബ്ദത്തോടുള്ള യോഹന്നാൻ്റെ പ്രതികരണം ഗബ്രിയേലിൻ്റെ പ്രവചനം നിറവേറ്റുന്നു. അവൻ്റെ ജനനത്തിന് മുമ്പ് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. വരാനിരിക്കുന്ന ഒന്നിലേക്ക് യോഹന്നാൻ ഇതിനകം വിരൽ ചൂണ്ടുന്നു. യോഹന്നാൻ്റെ അമ്മ എലിസബത്ത് പ്രവാചകൻ്റെ വേഷം ധരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയം ഇതുവരെ തന്നോട് പറയാത്തതും ഇതുവരെ കണ്ണിൽ കാണാത്തതും എലിസബത്ത് പ്രഖ്യാപിക്കുന്നു. മേരി ഗർഭിണിയാണ്. കൂടാതെ മറിയത്തിൻ്റെ കുട്ടി ആരായിരിക്കുമെന്ന് ആത്മാവിലൂടെ അവൾ അറിയുന്നു. കാരണം മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് അഭിസംബോധന ചെയ്യുന്നത്. സ്വന്തം മകൻ കർത്താവിന് വഴിയൊരുക്കുമ്പോൾ അവളുടെ പ്രവചനം നിറവേറും. കർത്താവിൻ്റെ മാതാവെന്ന നിലയിലുള്ള പദവിക്ക് മാത്രമല്ല മറിയം അനുഗ്രഹിക്കപ്പെടുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസത്തിനും കൂടിയാണ്. അവൾ പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. എലിസബത്തിൻ്റെ വാക്കുകൾ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ വിശ്വസിച്ചവൾ എന്നതിന് പകരം ഭാഗ്യവതി എന്ന് പറയാം, അല്ലെങ്കിൽ അനുഗ്രഹീതയാണ്. കാരണം എല്ലാ പ്രതീക്ഷകളും വിപരീതമായിരുന്നിട്ടും അവളുടെ സാമൂഹിക നില ഇന്ന് മാറിയിരിക്കുന്നു. ഈ കുട്ടിയെ പ്രസവിച്ചതിന് ലജ്ജയേക്കാൾ അവൾ ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവൾ ദൈവിക സന്തോഷത്താലും അനുഗ്രഹത്താലും ദൈവം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. എലിസബത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും
നമ്മുടെ ലോകത്ത് പ്രവർത്തിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന വഴികളോടുള്ള നമ്മുടെ തുറന്ന മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അപ്രതീക്ഷിതമായ ആളുകളിലൂടെ ദൈവം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അയൽക്കാരും സഹസഭാംഗങ്ങളും പലപ്പോഴും ഒഴിവാക്കുകയോ ലജ്ജാകരമായി പെരുമാറുകയോ ചെയ്യുന്ന ആളുകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ പുതിയ യാഥാർത്ഥ്യത്തിൻ്റെ വാഹകർ നമ്മുടെ വാതിൽപ്പടിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് നാം ചെവി കൊടുക്കുമോ? പ്രിയപ്പെട്ടവരെ, എലിസബത്തിനെയും മറിയത്തെയും പോലെ ദൈവം നമ്മെ രക്ഷിക്കാനും മോചിപ്പിക്കാനും വരുന്നു എന്ന് വിശ്വസിക്കാം. അവരെപ്പോലെ നമുക്കും ദൈവം നമ്മുടെ നാണക്കേട് നീക്കിയതിന് നന്ദി പറയുകയും ലജ്ജാകരമായവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോട് പ്രതികരിക്കുകയും ചെയ്യാം. അവരെപ്പോലെ നമുക്കും പ്രത്യാശയിലും കാത്തിരിക്കാം. പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമായി മാറാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.